നല്ല പാട്ട് തന്നെ കാണുന്ന നല്ലൊരു വെറൈറ്റി മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല മേക്കിംഗ്. അതാ പറഞ്ഞത്, അതിൻ്റെ ക്രൂ ഒക്കെ ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. സോ അതിൻ്റെ ക്വാളിറ്റി ഒരു ബോളിവുഡ് ടച്ച് തോന്നിയത് പടം കണ്ടാണ്. ഒരു വേറെ നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ സിനിമയല്ല, നല്ല വേറൊരു വെറൈറ്റി സിനിമ, പാരാനോർമൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് അത് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? I felt really good. I felt really scared also. சும்மா சொல்லுவேன், ஆக்சுவலாக இட் இஸ் குவைட் கிரிப்பிங். எனக்கு ரொம்ப கிரிப்பிங்காக இருந்தது. கடைசி வரைக்கும் நானும் மூச்சு விடாமல் பார்த்துருக்கேன். ஸோ அந்த எக்ஸ்பீரியன்ஸ் எனக்கு கிடச்சிருக்கு. ஐ ஹோப் ஆடியன்ஸ் ஆல்சோ கெட்ஸ் த சேம் எக்ஸ்பீரியன்ஸ். நம்ம இன்டர்வியூஸ்லாம் சொல்லிகிட்டே இருக்கோம், தியேட்டரில் போய் பார்க்க வேண்டிய படம், தியேட்டர் எக்ஸ்பீரியன்ஸ் நல்லா கிடைக்கிறதுல சொல்லி எனக்கு அந்த தியேட்டர் எக்ஸ்பீரியன்ஸ் ஒரு கம்ப்ளீட் எக்ஸ்பீரியன்ஸ் கிடச்சிது. தேங்க்ஸ் டு த ஆக்டர்ஸ் அண்ட் த டெக்னீஷியன்ஸ் ஆஃப் த ஃபில்ம். அவங்களோட எஃபர்ட் தெரியுது. I'm really happy to be a part of a film like this. இல்லை அந்த மாதிரி எதுவும் நடக்கல. நல்ல காலம் படம் பார்க்கும்போது அவ்வளோ பயமாக இருக்குது. நிஜமாக இந்த படமே பண்ணிருக்க முடியாதுன்னு நினைக்கிறேன். എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സ്വന്തം സിനിമയെ പറ്റിയിട്ട് എന്നാലും എക്സൈറ്റ്മെന്റ് ആണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്, കാരണം നാളെയാണ് റിലീസ്. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നാളത്തെ റിലീസും കഴിഞ്ഞ് എന്താണ് റിവ്യൂസ് എന്ന് കേൾക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു ഹൊറർ ഫീൽ ചെയ്തു, ഹൊറർ ടച്ച് ആ ടൈപ്പ് ഓഫ് മൂവിയാണ്. ഹൊററിനെക്കാട്ടിലും കൂടുതൽ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ട് സിനിമ പറയുന്നത്. അപ്പോൾ ആ രീതിക്ക് സൗണ്ടും എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു കിട്ടിയിട്ടുണ്ട്. ഇപ്പം മെറിൻ ചെയ്ത കഥാപാത്രം ഡിഫറെൻ്റ് ആയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പം മെറിൻ ചെയ്ത കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ഇതിലെന്താ ഡിഫറൻസാണ് തോന്നിയിട്ടുള്ളത്? ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതെ അതെ, ഞാൻ ഫുൾ മൂവി ഇന്ന് ആദ്യമായിട്ടിരുന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനെ ഹോൾഡ് ചെയ്തിരുത്താനുള്ള കണ്ടന്റും അല്ലെങ്കിൽ സൗണ്ടും ആ ഒരു വർക്കും സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് സ്വന്തം സിനിമ എത്ര മോശമായാലും കാണുമ്പോൾ നന്നായിട്ടേ തോന്നുള്ളൂ. സിനിമയാണ് കാണുക, തിയേറ്ററിൽ കാണുക. നമ്മളിപ്പം കുറേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാതെ എല്ലാ സിനിമകളും OTT കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ സിനിമകൾ മലയാളത്തിൽ വരണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഈ ജോണറിലുള്ള സിനിമകൾ തിയേറ്ററിൽ വന്ന് കണ്ട് വിശ്വസിക്കണം. അത് വിഷ്വലി ആൻഡ് സൗണ്ട് വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അത് തിയേറ്ററിൽ വന്ന് കണ്ടാലേ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. എനിക്കും ആസ് എൻ ആക്ടർ നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് തന്നെ കണ്ടപ്പോൾ ഇവരെ അവരെ എണ്ണ കൊടുക്കാൻ തോന്നുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് തന്ന സജീദ് എന്ന് പറയുന്ന ഡയറക്ടർ സജീദിക്കേക്കും നന്ദി. എല്ലാവരും തിയേറ്ററിൽ പാട്ടിൻ്റെ പേര് മയത്രാപ്പ്. നിങ്ങൾ ഏതായാലും അത് പോയി കേൾക്കണം. ഇറ്റ്സ് വിത്ത് MC Cooper. I'm really happy that I had the privilege to do a movie where I was able to act and sing at the same time. And എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താഷു എന്നാണ്. ആൻഡ് നിങ്ങൾ certainly പോയി കാണണം. Thank you so much. And it's out on March 7th. And let me know what you guys think. It's my first movie. Yay! Thank you. So how's your experience? You saw the film? No, actually I could not. ഓഡിയൻസോട്ട് ആദ്യമായിട്ട് കാണുന്ന സിനിമ കാണും. കൈൻഡ് ഓഫ് എ ടെസ്റ്റ് ഫോർ മീ. ഇറ്റ്സ് ഓൾസോ വെരി അൺനർവിംഗ്. ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഫിലിമാന്നൊക്കെ കണ്ടിറങ്ങിയ എല്ലാവരും സൗണ്ടിൻ്റെ ഒരു കണ്ടു നോക്ക്. നല്ല നല്ല തോട്ട്ഫുള്ളായി ചെയ്യുന്നൊരു മലയാള സിനിമ. നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡേർഡിൽ സിനിമ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞൊരു സിനിമ. സോ ഡോണ്ട് ടേക്ക് ഹോളിവുഡ് ആസ് എ റെഫറൻസ്. ഏതായിരുന്നു ബെസ്റ്റ് പാട്ട് നിങ്ങൾക്ക്? ഏതാണ് സൗണ്ട്? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സൗണ്ട് BGMയുടെ മ്യൂസിക്, BGM എല്ലാത്തിനും അതിൻ്റേതായൊരു റോളുണ്ട് ഈ പടത്തിൽ. ആക്ടേഴ്സ് മാത്രമല്ല, എല്ലാത്തിനും
ആയിട്ടൊരു കണക്ഷൻ ഒരുപാട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ തിയേറ്ററിൽ കണ്ടാലേ ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫീലിംഗ് നിങ്ങൾക്ക് തിയേറ്ററിൽ സോ എല്ലാവരും ഫാമിലി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഔട്ട്കം. ഒരിക്കൽ കൂടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട് സേലത്തിൽ വന്നിട്ട് അഭിനയിക്കാൻ ഓ പിന്നെ ലൊക്കേഷനിൽ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഇവക സ്റ്റോറികളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മനസ്സിലാണോ അത് റിയാലിറ്റി ആണോ എന്ന് അറിയില്ല. പക്ഷേ എന്തൊക്കെയോ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഫുൾ ടൈം ഫുൾ നൈറ്റ് ആയിരുന്നു. ഫുള്ള് കണ്ടില്ലേ, ഫുൾ നൈറ്റാണ്. അല്ലെങ്കിൽ മാത്രം ഒന്ന് ലാസ്റ്റ് കുറച്ച് സീൻ ചെയ്യാണ്. അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായി. എന്താ പറയുക, കാട്ടിലാണ്, കാട്ടിലൊരൊറ്റ വീടാണ്, ആ വീട്ടിനുള്ളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ലൈറ്റ് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ചായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ശരിക്കും ഉണ്ടെന്ന് തോന്നിക്കാൻ ചിലപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ വിശ്വാസം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അതുപോലത്തെ എക്സ്പീരിയൻസ്. ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് കുറച്ച് പേടിയുണ്ടായി.